നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി എന്ന പേപ്പറിലെ 4th ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഗവൺമെന്റ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിബറൽ ഡെമോക്രസിയെ കുറിച്ചാണ്, ലിബറൽ ജനാധിപത്യത്തെ കുറിച്ചാണ്. അപ്പൊ ലിബറൽ ജനാധിപത്യം എന്നത് ജനാധിപത്യത്തിന്റെ ഒരു രൂപമാണ്. അതില് വ്യക്തിയുടെ മൗലിക അവകാശങ്ങളും നിയമത്തിന്റെ ആധിപത്യവും അതുപോലെ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ സ്വാതന്ത്ര്യവും അധികാര വിഭജന സംവിധാനവും ഒക്കെ ഉറപ്പുവരുത്തുന്ന ഒരു സിസ്റ്റമാണ് ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ ഒരു രൂപമാണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് ലിബറൽ ഡെമോക്രസി എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് മൗലിക അവകാശങ്ങളുടെ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷണമാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിയുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങളൊക്കെ അവിടെ സംരക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വ്യക്തിഗത സൗകര്യങ്ങളൊക്കെ അവിടെ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് നിയമത്തിന്റെ ആധിപത്യം അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ആണ്. എല്ലാവരും ഒരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അതീതരല്ല, ആരും അതീതരല്ല, എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴെയാണ്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. അല്ലെങ്കിൽ ആ ഭരണഘടനയിൽ പറയുന്ന നിയമങ്ങൾ അനുസരിക്കാൻ രാജ്യത്തെ എല്ലാ ജനങ്ങളും ബാധ്യസ്ഥരാണ്. അപ്പൊ ഭരണഘടനാപരമായി നിയമങ്ങൾക്ക് മീതെ ആരുമില്ല. ഇതാണ് റൂൾ ഓഫ് ലോ എന്നത്. ഇനി അധികാര വിഭജനം, സെപ്പറേഷൻ ഓഫ് പവർ ആണ്. നിയമനിർമ്മാണം, നിയമം നടപ്പിലാക്കുക, എക്സിക്യൂട്ട് ചെയ്യല്, അതുപോലെ തന്നെ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ജുഡീഷ്യറി, ഇതിന്റെയൊക്കെ സ്ഥാപനപരമായിട്ടുള്ള ഒരു പാരസ്പര്യം അതിന്റെ നിയന്ത്രണത്തില് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മള് തെരഞ്ഞെടുപ്പുകൾ, സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, നീതിയുക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നിശ്ചിത കാലയളവിൽ കൃത്യമായിട്ട് നീതിപൂർവം ഇത്തരം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെയാണ് ഡെമോക്രസി നിലനിൽക്കുന്നത്. ലിബറൽ ഡെമോക്രസി നിലനിൽക്കുന്നത് എന്തിലൂടെയാണ്? തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ജനങ്ങള് അവരുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡെമോക്രസിയിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നതിലൂടെയാണ്. അപ്പൊ പ്രതിപക്ഷത്തിന് കൃത്യമായ അവകാശമുള്ള ഒരു സിസ്റ്റമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഭരണത്തിലില്ലാത്ത പാർട്ടികൾക്ക് ഭരണത്തിലിരിക്കുന്ന പാർട്ടികളെ ചെക്ക് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ അവകാശമുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി ഈ ലിബറൽ ഡെമോക്രസിയിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലെ? മാധ്യമ സ്വാതന്ത്ര്യം ലിബറൽ ഡെമോക്രസിയുടെ ഒരു ഭാഗമാണ്. പലപ്പോഴും മറ്റു ചില ഫോംസ് ഓഫ് ഗവൺമെന്റ്, ഓട്ടോക്രാറ്റിക് ഗവൺമെന്റുകളൊക്കെ ആണെങ്കിൽ മാധ്യമങ്ങളെ കൃത്യമായിട്ടുള്ള വളരെ ശക്തമായ സെൻസർഷിപ്പുകൾ ഏർപ്പെടുത്തും. മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ വളരെ പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ലിബറൽ ഡെമോക്രസിയിൽ മാധ്യമങ്ങൾക്ക് ഭരണത്തെ നിരീക്ഷിക്കാനും അഭിപ്രായം പറയാനും ജനങ്ങളെ അത് അറിയിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം, വളരെ വിപുലമായ സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്ക് ഉണ്ട്. നമ്മൾ ഇന്ന് വളരെ സമകാലികമായിട്ട് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം പലപ്പോഴും അമിതമാകുന്നതൊക്കെ നമ്മൾ നിത്യേന കാണുന്ന കാര്യങ്ങളാണ്. ഇനി വളരെ വിശാലമായിട്ടുള്ള പൗര പങ്കാളിത്തമാണ് മറ്റൊരു പ്രാധാന്യം പ്രത്യേകത എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും സമരം നടത്താനും തർക്കങ്ങളിലും പൊതുചർച്ചകളിലും ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. ഇനി ഇതിന്റെ പ്രവർത്തന രീതി, മെക്കാനിസം എന്ന് പറയുന്നത് പ്രതിനിധി തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. നേരത്തെ പറഞ്ഞു, നമ്മളുടെ പ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുത്ത് സഭയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് പറഞ്ഞു വിടുന്ന ഒരു സിസ്റ്റം. അത് അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വതന്ത്രമായിട്ടുള്ള ഒരു കോടതി ഉണ്ടായിരിക്കും. അതുപോലെ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ഏജൻസികൾ, നമ്മളെ ലോക്പാലും അതുപോലെ ലോകായുക്തയും ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള അതുപോലെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ്ങുകളൊക്കെ നടത്തി അഴിമതി രഹിതമാക്കാനായിട്ട് ഉള്ള ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് നിലനിൽക്കുന്നുണ്ട്. ഇനി വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും നിയമപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഓരോ വ്യക്തികൾക്ക് ഉള്ള അവകാശങ്ങളുള്ളതുപോലെ തന്നെ നമുക്ക് കോപ്പറേറ്റീവ് ലോസ്, അതുപോലെ സംഘടനകൾക്കുള്ള നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സഹകരണ സംഘങ്ങൾക്കുള്ള നിയമങ്ങൾ, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ, അതിനുള്ള ഭരണഘടന, പഞ്ചായത്തിന് ഭരണഘടനയുണ്ട്. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇന്ത്യയില് ലിബറൽ ഡെമോക്രസി നിലനിൽക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാല് സാമ്പത്തിക അസമത്വം,
അത് സമൃദ്ധിയുള്ളവർ കൂടുതൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് ഏതൊരു സിസ്റ്റത്തിലാണെങ്കിലും അത് അതിന്റെ പോരായ്മ തന്നെയാണ്. പണം ഉള്ളവൻ, സ്വാധീനമുള്ളവൻ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്നു എന്നുള്ളത്. ഇനി പോപ്പുലിസം, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് ആണ് പോപ്പുലിസം. ജനങ്ങൾക്കിടയിൽ തത്സമയം രൂപപ്പെടുന്ന വികാരങ്ങളെ ആധാരമാക്കി തത്സമയം നീ തീരുമാനമെടുക്കുന്ന ഒരു രീതിയാണ് പോപ്പുലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മതം, ജാതി ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വോട്ട് പിടുത്തവും ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലിബറൽ ഡെമോക്രസിയുടെ ഒരു പോരായ്മയായിട്ട് പറയാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.